കല എപ്പോഴാണ് ആയുധമാവുക? ഫലസ്തീന് കല ആയുധവും പരിചയവുമാണ്. റിഫാത്ത് അരീറിനെ ഓർമ്മയില്ലേ? ഗസയിലെ കവി. ബോംബുകൾ അടുത്തെത്തുന്ന ശബ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ അവസാനത്തെ ടെലിവിഷൻ സംവാദത്തിലും ചെറുത്തുനിൽപ്പിനെ പറ്റി സംസാരിച്ച അധ്യാപകൻ. മണിക്കൂറുകൾക്കകം അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിന് തൊട്ടു മുൻപ് മകൾ ഷൈമക്കായി അദ്ദേഹം ഒരു കവിത കുറിച്ചു. ഞാൻ മരിച്ചാൽ നീ ജീവിക്കണം എൻ്റെ കഥ പറയാൻ എന്ന്. 2 മാസങ്ങൾക്കകം ആ മകളും കുടുംബത്തിനൊപ്പം ഇസ്രായേലി കുരുതിക്ക് ഇരയായി. ഇന്ന് ആ കവിത ഗസയുടെ മനുഷ്യത്വത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പരിചയവും ആയുധവുമാണ്. അനേകം ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു അത്. ഇംഗ്ലീഷിൽ നിന്ന് ഫ്രഞ്ചിലേക്കും ബംഗാളിയിലേക്കും ഉറുദു പേർഷ്യൻ ഭാഷകളിലേക്കും ജാപ്പനീസിലേക്കും അറബിയിലേക്കും ചൈനീസിലേക്കും മറ്റനേകം ഭാഷകളിലേക്കും ആ കവിതയുടെ വിവിധ ആവിഷ്കാര രൂപങ്ങൾ പ്രതിരോധത്തിൻ്റെ ചിഹ്നവും ഊർജവുമായി വർത്തിക്കുന്നു. ഒന്നിതാ ആംസ്റ്റർഡാമിൽ ചുമർ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ. If I must die, you must live to tell my story, to sell my things, to buy a piece of cloth and some strings. Make it white with a long tail, so that a child somewhere in Gaza, while looking heaven in the eye, awaiting his dad who left in a blaze and bid no one farewell, not even to his flesh. മറ്റൊന്നിതാ അയർലൻഡിൽ ഗസയുടെ പോരാട്ട ചിത്രങ്ങൾക്കൊപ്പം റിഫാത്ത് അരീറിൻ്റെ കവിത നീണ്ട ബാനറിൽ എഴുതി വച്ചിരിക്കുന്നു. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഗസയിൽ എന്ന പോലെ കൂട്ടമരണം അഭിനയിച്ച് ലൈബ്രറിയുടെ പടവുകളിൽ ഈ കവിത ഉറക്കെ ചൊല്ലുന്നു. ഈ ഒരൊറ്റ കവിത പോലെ വർത്തമാനകാല ലോകത്തെ പ്രചോദിപ്പിച്ച മറ്റ് കലാരൂപങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. മരണത്തെ നിത്യജീവിതമാക്കുന്നു രക്തസാക്ഷ്യവും കവിതയും. ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ 6 വയസ്സുകാരി ഹിന്ദ് റജബും. ബന്ധുക്കൾക്കൊപ്പം കാറിലായിരുന്നു ഹിന്ദ്. ഇസ്രായേൽ ആക്രമണത്തിൽ മറ്റെല്ലാവരും കൊല്ലപ്പെട്ടു. ഇരുട്ടിൽ മൃതശരീരങ്ങൾക്കിടയിൽ ഒറ്റക്ക് കുടുങ്ങിക്കിടന്നു അവൾ. വീട്ടിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ടു. അവളുടെ ശബ്ദം തന്നെ ഉപയോഗിച്ച് അൽ ജസീറ ആ നിമിഷങ്ങൾ ചിത്രീകരിച്ചത് ഇങ്ങനെ. طيب أنا يا حبيبتي رح أجي أخذك. هلا عمو من الهلال عماله عم بنصك عشان إحنا نقدر نيجي ناخذك. حواليكي في ضرب رصاص؟ خذيني والله ما أسيبكم ولا أسيب منظمة ولا حقوق الإنسان ولا منظمة إلا أرفع فيها قضية في بنتي. എന്നെ രക്ഷിക്കൂ എന്നത് അവളുടെ അവസാന വാക്കുകളായിരുന്നു. കുറെ കഴിഞ്ഞ് അവളെ കണ്ടെത്തി കൊല്ലപ്പെട്ട നിലയിൽ. ഇസ്രായേലി ടാങ്കിൽ നിന്ന് ആ കുഞ്ഞു ദേഹത്തേക്ക് വിട്ടത് 335 വെടിയുണ്ടകൾ. ഹിന്ദ് റജബും ഇന്ന് അമരത്വത്തിൻ്റെ പ്രതീകമാണ്. അവളുടെ അന്ത്യനിമിഷങ്ങൾ കാണിക്കുന്ന ആനിമേഷൻ ചിത്രം ഗസയുടെ തന്നെ രൂപകമായ കൊച്ചു കഥയാണ്. حبيبتي طيب أنا يا حبيبتي رح أجي أخذك. هلا عمو من الهلال عماله عم بنصك عشان إحنا نقدر نيجي ناخذك. حواليكي في ضرب رصاص؟ خذيني يا حبيبتي والله بدي أخذك بس مش بإيدي هلا. نحكي بسم الله الرحمن الرحيم. الحمد لله رب العالمين. برافو عليكي هيك حافظة. ميتين؟ وهم هلا معك بالسيارة؟ وين انت هلا محمية؟ بالسيارة بابا جنبية. أنا متعجبين.
خليكي يا عمري بالسيارة، أنا حتمني فاتح الخط معاكي، أتمني أحكي معك، ما بدي أسكر التليفون. تمام؟ ഏപ്രിലിൽ ഫലസ്തീൻ ശിശുദിനത്തിന് മെക്സിക്കോ, ലെബനാൻ, കൊളംബിയ എന്നീ 3 രാജ്യങ്ങളിലെ ആനിമേഷൻ കലാകാരന്മാർ ചേർന്ന് ഗസയിലെ കുട്ടികൾക്കായി സമർപ്പിച്ചതാണ് ഈ വീഡിയോ. കുട്ടികളെ വിചാരിച്ച് ഈ യുദ്ധമൊന്ന് നിന്നെങ്കിൽ എന്ന്. ايش رسالتك للعالم؟ انه يوقفوا هذه الحالة. انتم حرمتم شو؟ حرمت انا كثير من حقوقي، حق التعليم، حق الحرية، حق افعال، حق حلمي في المستقبل، حرمت من مدرستي، من كامل حقوقي. ليت الأطفال لا يموتون، ليتهم يرفعون إلى السماء مؤقتا ريثما تنتهي الحرب. ايش رسالتك للعالم؟ بدنا نخلص الحرب وتزقنا وتعبنا، بدنا نعيش حياتنا زي قبل، نرجع ونبرر. യുദ്ധം നിലക്കട്ടെ. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അവർ പറയും ഞങ്ങൾ മേഘങ്ങൾക്കൊപ്പം കളിക്കുകയാണ് എന്ന്. പോളണ്ടിലെ കലാകാരനായ ദൊബ്രോവോൾസ്കി വാഴ്സോയിലെ തെരുവുകളിൽ സ്ഥാപിച്ച ഇൻസ്റ്റലേഷൻ ഇസ്രായേലി കുരുതിക്ക് പിന്തുണ നൽകുന്ന കോർപ്പറേറ്റുകൾക്കെതിരെയാണ്. ആ കമ്പനികളുടെ ചിഹ്നങ്ങൾക്കൊപ്പം ഗസയിലെ ഇരകളുടെ പടങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നഗരവാതിൽ അടക്കില്ല, കാരണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വാതിലും ഞാൻ തുറക്കും. ഹേ ജോർദാൻ നദി, എൻ്റെ മുഖം കഴുകൂ, അവിടെ പതിഞ്ഞ കിരാത ബൂട്ട് നീക്കിക്കളയൂ. ഗസയിലിരുന്ന് പാടുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന റഹാഫ് എന്ന ഗിറ്റാറിസ്റ്റിനെ കാണുക. അമേരിക്കൻ റാപ്പർ മാക്കിൾമോർ ഇറക്കിയ ഗാനം ഏറെ പ്രചാരം നേടി. Take us out the algorithm, but it's too late. We've seen the truth, we bear witness. Seen the rubble, the buildings, the mothers and the children, and all the men that you murdered. And then we see how you spin it. Who gets the right to defend and who gets the right of resistance? It's always been about dollars and the color of your pigment. But white supremacy is finally all glass. Screaming free Palestine to that holy land. ഹിന്ദ് റജബിന് സമർപ്പിച്ച ഈ ഗാനത്തിന്റെ പേര് ഹിൻസ് ഹാൾ. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു കെട്ടിടത്തിന് ആ പേരിട്ടു അവിടുത്തെ വിദ്യാർത്ഥികൾ. Comparative suffering leads to believing the lie. There's a them and there's a us. It's a lie. We don't own this earth. We're just guests here, my love. അയർലൻഡിലെ പ്രശസ്ത ഗായകൻ ക്രിസ്റ്റി മോർ ഫലസ്തീനെ പറ്റി പാടുന്നു. ഫലസ്തീനെ അയർലൻഡ് അംഗീകരിച്ചതാണ് സന്ദർഭം. Do you dare to resist? Stand on the road with a rock in your fist. In Palestine, in Palestine,
to talk about peace like it's a moral obligation. You'll never have peace under occupation. To talk about talks to the beat of the drum. 70 years, nothing gets done. നസ്രത്തിൽ ജനിച്ച യുവഗായികയും ഗാനരചയിതാവുമാണ് ഏലിയാന. US-ലും കാനഡയിലും അവൾ ഗസയ്ക്ക് വേണ്ടി പാടുകയും പണം സ്വരൂപിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ ഗായിക കെഹ്ലാനി ഫലസ്തീന് പിന്തുണയുമായി പുതിയ സംഗീത വീഡിയോ പുറത്തിറക്കി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാകാരന്മാരും സാധാരണക്കാരുമെല്ലാം സ്വന്തം നിലക്ക് ഫലസ്തീനോട് ഐക്യപ്പെടാൻ പല രീതികൾ അവലംബിക്കുന്നുണ്ട്. ഗസ കൂട്ടക്കുരുതിക്കെതിരെ സ്പെയിനിൽ ആയിരങ്ങളുടെ ഐക്യദാർഢ്യം കണ്ട് ഒരാൾ പറഞ്ഞു, സയനിസ്റ്റുകൾ ഫലസ്തീനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ലോകം മുഴുവൻ ഫലസ്തീനാവുകയാണ്. ബ്രിട്ടീഷ് റാപ്പറും ആക്ടിവിസ്റ്റുമാണ് ലോക്കി. അദ്ദേഹം തയ്യാറാക്കിയ സംഗീത വീഡിയോയിൽ നിന്ന് ഒരു ഭാഗം ഇതാ. A new world is struggling to be born. A phoenix will rise from the embers of empire in Gaza. Genocide, Joe, you terrorize souls. When your eyes closed at night, how do you sleep? ഡോക്ടർ റിഫത്ത് അരീർ അവസാനമായി ടെലിവിഷനിൽ പറഞ്ഞ വാക്കുകൾ കേൾപ്പിച്ചാണ് വീഡിയോ അവസാനിക്കുന്നത്. ഇസ്രായേലി പട്ടാളക്കാർ ഇങ്ങോട്ട് കടന്നാൽ നേരിടാൻ ആയുധമൊന്നും എനിക്കില്ല. ആകെയുള്ള എക്സ്പോ മാർക്കർ എടുത്ത് ഞാൻ അവർക്ക് നേരെ എറിയും. We know that it's very bleak, it's very dark. There's no way out. If there's no water, there is no way out of Gaza. What should we do? Like drown? Like commit mass suicide? Is this what Israel wants? And we're not going to do that. And I was telling some friend the other day that I am an academic. Probably the toughest thing I have at home is an expo marker. But if the Israelis invade, if they barge at us, charge at us, open door to door to massacre us, I'm going to use that marker, throw it at the Israeli soldiers, even if that is the last thing that I would be able to do. And this is the feeling of everybody. We are helpless. We have nothing to lose. ഹോളിവുഡും മറ്റും പ്രചരിപ്പിച്ച കള്ളക്കഥകൾ തിരുത്തുന്ന പുതിയ സിനിമകളും ഡോക്യുമെൻ്ററികളും ധാരാളം ഇറങ്ങുന്നുണ്ട്. ജൂണിൽ റിലീസ് ചെയ്ത വെയർ ഒലിവ് ട്രീസ് വീപ്പ് എന്ന സിനിമയെപ്പറ്റി. Turn now
to that new film that explores the struggle of the Palestinian people under Israeli occupation through themes of loss, trauma, and the fight for justice. It's called Where Olive Trees Weep. Features people like renowned trauma doctor Gabor Mate, Israeli journalist Amira Haas, Palestinian activist Ahed Tamimi, and Palestinian journalist and therapist Ashida Darwish. This is the trailer. I heard the stories of the pains of how people were tortured in these places. I never believed it until I saw. And when I saw, I couldn't unsee it. It's so important for people to understand colonization in order to understand what's happening in the world. And here in Palestine, it's happening now. So how does the world completely turns a blind eye to the Israeli continuous? സിനിമ, പാട്ട്, വീഡിയോ, ആനിമേഷൻ ഇതിനെല്ലാം പുറമെ വേറെയും ആവിഷ്കാരങ്ങൾ ഫലസ്തീൻ ലോകത്തിന് നൽകുന്നുണ്ട്. കായിക കലയായ പാർക്കൂർ ആണ് മറ്റൊരു ഉദാഹരണം. തടസ്സങ്ങളെ അവസരമാക്കുന്ന കായികാഭ്യാസം എന്നാണ് പാർക്കൂറിനെ പറ്റി പറയാറ്. احنا بنمارس عشان نبين للعالم كله ان احنا يعني لا حرب بوجه. ഞങ്ങൾ ഇപ്പോഴും പാർക്കൂർ കളിക്കുന്നു. ഇസ്രായേലിന് ഞങ്ങളെ തളർത്താനാകില്ല. ടീം അംഗങ്ങളിൽ പലരും കൊല്ലപ്പെട്ടു, പക്ഷേ ഞങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും. ഫലസ്തീൻ ജീവിക്കുന്നു. ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു, പക്ഷേ കൊല്ലുന്ന പട്ടാളം സൈനികമായി തന്നെ തോൽക്കുന്നു. ഫലസ്തീൻ ചിഹ്നങ്ങൾ ലോകമെങ്ങും പരക്കുന്നു, എവറസ്റ്റിൽ വരെ. ഫലസ്തീനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ, അഡീഡാസിനെതിരെ ബല ഹദീദ് എന്ന പോലെ ലോകം ഉണരുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ, ഏറ്റവും ക്രൂരമായ സൈന്യം, ഏറ്റവും മാരകമായ ആയുധങ്ങൾ എല്ലാം ഒന്നുമില്ലാത്ത ജനങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അക്രമികൾ തോൽക്കുന്നു. ആ ജനത വിശ്വാസം കൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ട്, ആത്മാവിഷ്കാരങ്ങളിലൂടെ അതിജീവിക്കുന്നു, അതിജയിക്കുന്നു. മീഡിയ സ്കാൻ ഈ ലക്കം ഇവിടെ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media1@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് media1 വെബ്സൈറ്റ് സന്ദർശിക്കുക.